പോസ്റ്റ്മോർട്ടം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഫോറൻസിക് പരിശോധന മാത്രമാണ് ഷാർജയിൽ പൂർത്തിയായിട്ടുള്ളത്. ഇന്ന് അവധിയാണ്, നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഒക്കെ തന്നെയായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുക. UAEയും ഇന്ത്യയും തമ്മിൽ ഈ കുറ്റവാളികളെ തമ്മിൽ കൈമാറുന്ന ഒരു കരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ വലിയ നിയമതടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വലിയ കൊടിയ പീഡനമാണ് ആ സ്ത്രീ 12 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 ഏപ്രിൽ 27 വിവാഹം തുടങ്ങിയത് അന്ന് മുതൽ അന്ന് സ്ത്രീധനത്തിൻ്റെ പേരിൽ തുടങ്ങിയ പീഡനം പിന്നീട് ശാരീരികവും മാനസികമായിട്ടുള്ള പീഡനത്തിലേക്ക് പോകുന്നു. ഇവിടെ അയൽവാസികളായിട്ടുള്ള നേരെ എതിർവശത്താണ് അതുല്യയുടെ വീട്. അതിന് നേരെ എതിർഭാഗത്ത് വാതിൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ആ വീടാണല്ലേ? കാണുന്നത് എപ്പോഴും ആ കൊച്ച് എപ്പോഴും അവിടെ നിന്ന് വിളിക്കും എന്നെ. എപ്പോഴും ഞാനും അതേപോലെ അവിടെ പോയി വരികയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ പൊന്നുമനെ എന്ത് സംഭവിച്ചെന്നൊന്നും. അതിനെ കൊന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ അത്ര ക്രൂരമായ പണികൾ അതിനെ ചെയ്യുന്നത്. അത് ഈ തള്ളയും എല്ലാവരും പറഞ്ഞു, അവർ ബന്ധുക്കളും പറഞ്ഞു ഈ ബന്ധം ഒഴിയെന്ന്. ഇവൻ ഈ ഉപദ്രവിച്ച് കഴിയുമ്പം മദ്യത്തിൻ്റെ കെട്ട് കഴിയുമ്പോൾ ഇവളെ എങ്ങനെയാണെന്ന് ഈ ചേർത്ത് പിടിക്കും. മോളെ എന്നൊരു വിളിക്കുമ്പോൾ ഈ കൊച്ചങ്ങ് മയങ്ങിപ്പോവും. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. പറയാനൊക്കത്തില്ല. അതിനെ കൊല്ലാൻ നേരത്തെ ഈ പീഡനത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, കണ്ടിട്ടില്ല. ഇത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പിണങ്ങി കൂടെ വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ മോളെ നീ പിണങ്ങി വന്നേ, എന്താ കാര്യം, വീണ്ടും അവന് പ്രശ്നമാണെന്ന് ചോദിക്കാൻ പറയുമ്പോൾ എന്തായാലും ഈ കൊച്ചു കുഞ്ഞുങ്ങളിരുന്ന് പറയുന്ന കണക്കെല്ലാം പറയും. എന്നെ അങ്ങനെ ചെയ്ത് ഇത് ചെയ്ത് അവൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എല്ലാം പറയുമായിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു നിന്നോട് കൊലപ്പെടുത്തിയാണെന്ന് നിങ്ങളും വിശ്വസിക്കുന്നു മാതാപിതാക്കൾ? ഞാനും വിശ്വസിക്കുന്ന സാറേ. കാരണം കണ്ടു കേട്ടിരുന്നത് ഞാനാ, എനിക്കറിയാതെ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇവൻ തന്നെ ആ കൊന്നേന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഈ കൊച്ച് സ്വയം ചെയ്യാൻ മനസ്സുള്ള ഒരു കൊച്ചല്ല. ഇവിടെ സന്തോഷത്തിലെല്ലാം കൊച്ചു പിള്ളേരെ കണക്ക് ആടിപ്പാടി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു ഇവിടെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ പറയുക ഇവൻ തന്നെ ആയിരിക്കും കൊന്നത്, അല്ലാതെ ഈ കുഞ്ഞിന് സ്വയം ചെയ്യത്തില്ല. ജീവിക്കാൻ വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക്. അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ. പിന്നെ ഈ കൊച്ചെല്ലാം സഹിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 15 സെൻറ്റ് സ്ഥലം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനൊരു പെൺകുഞ്ഞുണ്ടല്ലോ, എന്തെങ്കിലും സഹിച്ചാൽ തന്നെ അതുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഇവൻ്റെ കൂടെ കടിച്ച് പിടിച്ച് ഉടുമ്പ് കിടക്കുന്ന കണക്ക് കിടന്നതായത്. തള്ളയും നന്ദി ഒരു കുറ്റവും പറയേണ്ട സഹോദരങ്ങൾ. അവരെല്ലാവരും പറഞ്ഞു, അനിയത്തി പെണ്ണും എല്ലാവരും മടി ഒഴിഞ്ഞു കളഞ്ഞേ. തള്ള 2ാമത് വരെ കല്യാണം കഴിപ്പിക്കാവുന്ന വരെ പറഞ്ഞു അവക്കെടുക്കാൻ. കുഞ്ഞുള്ളതുകൊണ്ട് കടിച്ചു പിടിച്ചെന്നായിരിക്കും. പെൺകുഞ്ഞാ വേവ്യമ്മയെന്ന് എന്നോട് പറഞ്ഞു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. എനിക്കാണെങ്കിൽ ശകലം പ്രയാസം തട്ടിയാൽ ഉറക്കം ഒക്കത്തില്ല. ഇന്നലെ മൊത്തം ഈ മുറിക്കാതെല്ലാം ഓടി നടന്നതിരിക്കും. അവളുടെ ആ ഓർമ്മകളാണ് എൻ്റെ മനസ്സിനകത്ത്. ഞാൻ വരുമ്പോൾ വെറും കുഞ്ഞാണ് ഇവിടെ താമസത്തിനായിരുന്നു. അന്ന് തൊട്ടുള്ള സ്നേഹവും കാര്യങ്ങളും ഈ കുഞ്ഞിനോടുള്ള. എൻ്റെ ഇളയരും ഇതേപോലുള്ള സ്വഭാവം തന്നെ. നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ഒരു കുഞ്ഞാണല്ലേ? എടുത്തല്ലേ. ഞാൻ വരുമ്പോൾ 5-6 വയസ്സുണ്ട്. ഓടി എപ്പോഴും ഇവിടെ വരുമായിരുന്നു. അന്ന് ഈ മുറ്റം നിറയെ ചെടിയോ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞന്ന് ഇവിടെ ഓടി വരികയും എപ്പോഴും കളിക്കുകയും എല്ലാം ചെയ്തതാണ്. ഇത് സാറേ ഇവൻ കൊന്നയാണെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നത് കാരണം ഈ വീഡിയോ കണ്ടില്ലയോ? വീഡിയോ കണ്ടോ മോനെ? ആ വീഡിയോയ്ക്ക് അതെങ്ങനെ ഉണ്ട്? പല വീഡിയോയും നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അതുപോലെ ക്രൂരപീഡനമാണ്. ക്രൂരപീഡനമായി ഇവൻ നടത്തുന്നത്. കോടതി ചെന്ന് ഇതിനെ കാലെ പിടിച്ച് കരഞ്ഞ് ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞാണ് അവൻ ഈ കൊച്ചിനെ കൂട്ടി കൊണ്ടുപോയത്. അന്ന് ഞങ്ങൾ ഇടപെട്ട് പുള്ളിയെടുക്കെ എഴുതി വെച്ച്, പപ്പ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, എന്നേലും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, അതിലേക്ക് ഭയങ്കര സ്നേഹം കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ അതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോയത് ഇവനെ. പക്ഷേ അന്ന് ഈ തള്ള പറയുന്നത് കൊണ്ടുപോയെങ്കിലും അവളെ ഉപദ്രവിക്കുമെന്ന് അന്നും തള്ള പറയുന്നുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്താ നിയമ നടപടിയാണ് വേണ്ടതെന്ന് പറയുന്നത് ആവശ്യം? ആര്? ഈ പോലീസ് ഇപ്പോൾ കൊലപാതക കുറ്റത്തിലാണ് കേസെടുത്തേക്കുന്നത്. അവനെ അങ്ങനെ ശിക്ഷിക്കണം. അങ്ങനെ ഒരുത്തനെയും വെറുതെ വിടരുത്. കാരണം എനിക്കും ഒരു മോളുണ്ട്. നാളെ ഈ ഗതി വന്നാലേ അതിൻ്റെ ഗതി എന്താവും. അതുപോലെ ഞാൻ പറയുന്നത്. എനിക്ക് അത്ര വേദനയോടാണ് ഞാൻ പറയുന്നത്. അവനെ വെറുതെ വിടരുത്. നിയമത്തിൻ്റെ പുറത്ത് അവനെ വെറുതെ വിടരുത്. അവനെന്തോ ആയാലും ഭയങ്കരമായ സങ്കടമായ സംഭവമായിപ്പോയി. ഈ നാട് ഒരു വല്ലാതെ ഞെടുങ്ങി കണക്കായിപ്പോയി. അയൽവാസിയായിട്ടുള്ള വ്യക്തിയാണ്. 5-6 വയസ്സുള്ള സമയത്ത് മുതൽ ഈ അതുല്യെ അറിയാവുന്ന ഒരു സ്ത്രീയാണ്. ബേബിയമ്മ എന്നാണ് അവർ വിളിക്കുന്നത്. അവരാണ് പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് അവർ പോകില്ല. എല്ലാ കാര്യങ്ങളും പലതവണ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ തന്നെ പലതവണ ഇവർ ഈ അയൽവാസിയായിട്ടുള്ള ബേബി എന്ന് പറയുന്ന സ്ത്രീയുടെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അക്കവിട്ട് ഓരോ ഉണ്ടായ പീഡനങ്ങളൊക്കെ തന്നെ അക്കവിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും മർദ്ദനമൊക്കെ ഏറ്റെങ്കിലും പലപ്പോഴും ഈ ഭർത്താവ്
സതീഷ് വന്ന് വിളിക്കുന്ന സമയത്ത്, സ്നേഹത്തോടെ വന്ന് വിളിക്കുന്ന സമയത്തും തിരിച്ച് അയാൾക്കൊപ്പം പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. തിരിച്ചു പോകരുത്, വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്ന് അയൽവാസികളും മാതാപിതാക്കളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവസാനം ഒരു പെൺകുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ വളർത്തുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആയിരിക്കാം വീണ്ടും ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയത്. ഈ വിവാഹമോചനത്തിലേക്ക് പോയതാണ്. 2 തവണ കൗൺസിലിംഗ് കഴിഞ്ഞതാണ്. ആ കൗൺസിലിംഗ് സമയത്തും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവസാനം ഭർത്താവിൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോയതാണ്. അന്നും ഈ രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു ഈ ബന്ധം വേണ്ട എന്നുള്ള കാര്യം